എങ്ങനെ? ആ അതൊക്കെ മനസ്സിലായി, അതൊക്കെ മനസ്സിലായി. ആ ആ ആ ആ ആ അയാൾ എത്ര രൂപയ്ക്കാ തരുന്നത്? ആ ശ്രീധരന്റെ മോൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അയാൾക്ക് അങ്ങനെ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ നിങ്ങൾക്ക് തരത്തില്ലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അത് തരാന്ന് വെച്ചാൽ പിന്നെ മുട്ടതിലൊക്കെ വരും, പിന്നെ ആരും വാങ്ങിക്കത്തില്ല അങ്ങേറെ വസ്തു. ഓടയാണെങ്കിൽ എന്തുവാ സെന്റിന് 2 ലക്ഷം പുറയിലാണല്ലോ സെന്റിന്. ഓടയാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മാറ്റിത്തരാൻ ചെയ്താൽ നിങ്ങൾ 3 ലക്ഷം രൂപ തരണം ഞങ്ങൾക്ക്. ഈ കിഴക്കോട്ട് ഞങ്ങൾ മാറ്റിത്തരാൻ കഴിയും, പക്ഷെ നിങ്ങൾ 3 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം. കാരണം നിങ്ങൾക്ക് കൂടെ നടക്കാനുള്ള അവകാശം തരുന്നതാണല്ലോ. ആ ആ വേറെ എന്തോ ഒത്തിരി പേർക്കൊന്നും നടക്കാൻ നിങ്ങൾ അമ്പലത്തിലോട്ട് വരുന്നവർക്കെല്ലാം പോകാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഭാവിയിൽ വലിയ വഴിയാവുന്നതിന് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഇപ്പം എന്തുവാ നമ്മുടെ നടുക്കൂടെ കിടക്കുന്നത് അല്ല, നടുക്കൂടെ പിന്നെ ഞങ്ങൾ പിന്നെയും നിങ്ങൾ എന്തുവാ ഞങ്ങളുടെ കുറച്ച് പിന്നെയും കുറേ കൂടെ പോകത്തില്ല. ഇപ്പൊ ഞങ്ങൾക്ക് അതിനോട് താല്പര്യം. ഇത് കിഴക്കോട്ടാക്കി 3 ലക്ഷം രൂപ നിങ്ങൾ തരിക, ഞങ്ങൾ കിഴക്കോട്ടാക്കി തരും. നിങ്ങൾ പക്ഷേ കിഴക്കോട്ടാക്കി എല്ലാം റെഡിയാക്കി എടുത്തു, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് വഴക്കിന് പോകാൻ വയ്യ അവരോട്. ഞങ്ങൾ വന്ന് നിൽക്കും, മെമ്പറിനോട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ. അതിന് കുഴപ്പമില്ല, അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവരോട് ഞങ്ങൾ പറഞ്ഞു അവർക്ക് അവരുടെ വഴിയിലോട്ട് കയറിയാൽ പോരായോ. അവർക്ക് വസ്തു അവർക്ക് നിൽക്കാനും ഒക്കെ അവർക്ക് വഴിയിലോട്ട് കയറിയാൽ മതി, അല്ലാതൊന്നുമില്ല. അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആളിനെ വിളിച്ചുകൊണ്ട് വരിക, ഞങ്ങൾക്ക് ഈ പൈസ തരിക, ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. ശരി 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 ഓക്കെ ഓക്കെ ശരി. ഓ ശരി ഓക്കെ. ശനിയോ ഞായറോ അല്ലയോ? ശരി 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 ഓക്കെ ഓക്കെ. ഓ നമ്മളുള്ള കാര്യം പറയണം. നമ്മൾ അങ്ങനെ നമ്മുടെ പൈസയെ നമുക്ക് കിട്ടണോ? നമുക്ക് വേണ്ട പൈസ. നമ്മളങ്ങനെ ആരുടെയും മുഖമൊന്നും വേണ്ടായില്ല. അവർക്ക് വഴിയാവട്ടെ, കുഴപ്പമില്ല, നമ്മളൊന്ന് മാറ്റി കൊടുക്കാം. അവർ മാറ്റിക്കോണം വഴി, അവർ മാറ്റിക്കോണം വഴി. പിന്നെ നമ്മള് പിന്നെ അത് പറഞ്ഞു റെജി മെമ്പറിനോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ കാര്യങ്ങൾ. ആ പയ്യൻ പറഞ്ഞു അവർ അങ്ങോട്ട് അങ്ങനെ കിഴക്കോട്ട് കൊടുക്കത്തില്ല. കിഴക്കോട്ട് അവർ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. കിഴക്കോട്ട് ഇങ്ങനെ ഇവര് ചോദിച്ച് അങ്ങനെ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ കിഴക്കോട്ട് അവർ ചോദിക്കാൻ ഇവര് കാശ് കൊടുക്കണം. അപ്പൊ ഇപ്പൊ അവരോട് വാങ്ങിക്കണ്ടല്ലോ നമ്മൾ ഈ കിഴക്കോട്ട് കൊടുക്കും. നമ്മള് ഇത് വഴി കിഴക്കോട്ട് കൊടുക്കുമ്പോൾ അവർക്ക് കാശ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇത് നമ്മുടെ കാശ് തരിക, നമ്മൾ വഴി കിഴക്കോട്ട് മാറ്റി കൊടുക്കട്ടെ. നമ്മൾ പിന്നെയും വസ്തു അവര് നമ്മൾ ചോദിക്കുന്ന കാശ് ഉണ്ടായോ? അതിനേക്കാൾ തന്നെ ഇത് കിഴക്കോട്ട് കൊടുത്തേക്ക് തരിക എന്നുള്ളത്. ഇനിയിപ്പോ ഞാൻ മാറ്റുക കിഴക്കോട്ടാ. നമ്മൾ പോയി നിൽക്കണം. റെജി മെമ്പറിനോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 1 മണിയൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. പോയാൽ മതി. നമുക്ക് ആ വഴി എവിടെ പോയാൽ മതി. ഈ വഴിയാണ് അടയ്ക്കാം. ഈ വഴി എനിക്ക് പിന്നെ വേണ്ടാലോ. ഈ വഴി കിഴക്കോട്ട് മാറ്റാം. അത് കാര്യം കല്ല് വീട് അങ്ങോട്ട് മാറ്റിയാൽ മതി. നല്ലപോലെ ഇട്ട് റെഡിയാ. അവരുടെ ശനി ഞായറോ വരാം. ശരി. മെമ്പറിനോട് നമുക്ക് പറയാം. ഇവർ വന്ന് തീരുമാനിക്കട്ടെ എന്ന് നടക്കുന്നതനുസരിച്ച് മെമ്പറിനോട് പറയാം. ഇപ്പോഴത്തെ മെമ്പറിനെ റെജി മെമ്പർ വിളിച്ചോളൂ. മകന്റെ ഭാര്യ ഞാൻ പഠിപ്പിച്ചെടുക്കേണ്ട ഭാര്യയായിരിക്കും. ആ ചെറുക്കൻ അവരുടെ വസ്തു ചോദിക്കുന്നത് 2 ലക്ഷം. ആ ചെറുക്കൻ അവരുടെ വസ്തു ചോദിക്കുന്നത് സെന്റിന് 2 ലക്ഷം. ഈ ബിനു എന്ന് പറയുന്നത് ഈ നമ്മുടെ വഴി കൊടുത്തവൻ അവന്റെ
ആയിരിക്കും, അതുകൊണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഓടെ കൊടുക്കാൻ ഞാൻ തയ്യാറാ എന്തെന്ന് പറഞ്ഞു. അല്ലാതെ ഞങ്ങൾ ഇങ്ങനെ അവര് ചോദിക്കുന്ന പോലെ ഇങ്ങനെ കിഴക്കോട്ടൊന്നും ഇനി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. കാരണം അവർക്ക് മുട്ടതിര് വരുമെന്ന് കിഴക്കോട്ടൊക്കെ കൊടുക്കുമ്പോഴേ. ഇവർക്ക് വസ്തുവിന് മുട്ടതിര് വരുമെന്ന് ഈ എന്തോ എന്റെ പേര് ആ ബിനു എന്ന് പറയുന്നവൻ, ആ കമലാക്ഷി എന്ന് പറഞ്ഞ പേര്. അതുകൊണ്ട് അവരങ്ങനെ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ വസ്തുവിനകത്ത് വലിയ കിഴക്കോട്ട് ഇങ്ങനെ കൊടുക്കാൻ നേരം നമ്മൾ ചോദിക്കുന്ന വില തരേണ്ടി വരും. ഇതിന് വലിയ വിലയാണ്. 3 ലക്ഷം രൂപ ഇതാ സെന്റിന് തരേണ്ടി വരും. അന്നേരം 2 സെന്റ് മതിയായിരിക്കും അവർക്ക് വാങ്ങി കൊടുക്കാൻ. അതിനേക്കാൾ നല്ല കിഴക്കോട്ട് പോയി 3 ലക്ഷം രൂപ തരിക. നമ്മൾ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. അതിൽ കൂടുതൽ വേണേൽ ചോദിക്കായിരുന്നു. ആയിരിക്കുമല്ലോ, അതുകൊണ്ടല്ലേ കമലാക്ഷി ആയിരിക്കും. എന്നോട് ചോദിച്ചു നിങ്ങളെ നമുക്ക് എനിക്ക് 2 ഒരിക്കലും കൊടുക്കത്തില്ല. 2 കിട്ടുവാണെങ്കിൽ ഞങ്ങൾ കൊടുക്കും, അല്ലാതെ കൊടുക്കത്തില്ല. അപ്പൊ അയാൾ പറഞ്ഞു അതിൽ കുറച്ച് ഒരിക്കലും പറയട്ടെ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു. അല്ല ബിനു എന്ന് പറയുന്നത്, ബിനു ഈ നമ്മള് വഴി കൊടുത്തവൻ. അവനെ ഇപ്പവേ ഒരുപാട് സ്വർണ്ണം ഇത്രയുള്ള സ്വർണ്ണം വാങ്ങിക്കണമെങ്കിൽ ഇങ്ങോട്ട് ചെന്നാൽ 1.5 ലക്ഷം രൂപയോളം വേണം. എത്ര രൂപ 1 ലക്ഷത്തിൽ ചില്ലറയായി പറയുക തന്നെ. പിന്നെ ഇത് വാങ്ങിച്ചാലേ നമ്മൾ വിൽക്കാൻ ചെന്നവരെ കിട്ടുമോ? പണിക്കുറവ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാം കളയും. മനസ്സിലായോ? അപ്പൊ എത്ര രൂപ ഒരു പവൻ നമ്മൾ സ്വർണം വാങ്ങിച്ചാല് എന്തുമാത്രം നഷ്ടം ഒരാൾക്ക് വരുന്നത് നിങ്ങൾ ആലോചിക്കണം. ഇനിയുള്ള കാലത്ത് സ്വർണം വാങ്ങിക്കുന്നത് നഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാനുള്ളത് മാത്രമേ വാങ്ങിക്കാവൂ. പിന്നെ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ്. അതായിരിക്കും നല്ലത്. അത് സ്വർണം കൊടുത്താൽ സ്വർണത്തിന്റെ വില തന്നെ. ആ സ്വർണത്തിന് പണിക്കൂലിയൊന്നും ഇല്ലല്ലോ ബിസ്ക്കറ്റിന്. അങ്ങനെയുള്ളതേ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ല സ്വർണം വാങ്ങിച്ച് ആഭരണങ്ങൾ ഒത്തിരി വാങ്ങിച്ചിട്ട് പിന്നെ കടയിൽ കൊണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തുവാ 10-50,000 നഷ്ടം വന്നാലും 25,000 നഷ്ടം വരും. സ്വർണം എന്തുവാ ഇങ്ങനെ വാങ്ങിച്ചാല് ആവശ്യമുള്ളത് വാങ്ങിച്ചാൽ മതി. അവൻ ഉണ്ടാക്കട്ടെ, നമ്മളതൊന്നും ഇപ്പഴേ കൊടുക്കത്തില്ല. ഇവന് അമ്മയ്ക്ക് എന്താ അമ്മ ഇങ്ങനെ തോക്കിക്കാൻ നമ്മൾ വെടിവെക്കരുത്. നമ്മുടെ അമ്മ തോന്നുന്നു വാങ്ങിക്കണം. അതൊന്നും കൊച്ചിന് കൊടുക്കും. 25 ഞാനൊരു 25 കൊച്ചിന് കൊടുക്കും. എന്നാലും തന്നെ ഇല്ല 25 30 കൊടുക്കാം. 30 ഇപ്പൊ പറഞ്ഞിട്ടാൽ മതിയല്ലോ. 30 ധാരാളം ഉള്ളു. വലിയ പിന്നെ അത് വാങ്ങിക്കണം. അതിനോട് കൊള്ളത്തില്ല. നമ്മുടെ അങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. എല്ലാ കൊച്ചും സ്വർണ്ണം വേണം. ഒന്നും അവിടെ ഇട്ടിട്ടില്ല ഇതുവരെ. ഈ നാളെ കാരണം ഒന്നും ഞാൻ ഒരു മോതിരം ഞാൻ വാങ്ങിച്ചിട്ട് കൊച്ചിന് കൊടുത്ത്. അമ്മ ഓർക്കുന്നുണ്ടോ ആ സംഭവം? കളഞ്ഞു പോയി. ഇവന് ഊരിയെടുത്തതായിരുന്നു. ഇച്ചിരി ലൂസായിരുന്നു. നമ്മള് ചരടെല്ലാം കെട്ടി കൊടുത്തതാ. കൊച്ചിന്റെ കയ്യെ മുറുക്കിയിട്ട് കൊടുത്തതാ. എവിടെ പോയെന്ന് അറിയത്തില്ല.